ട്രെയിൻ യാത്ര ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഓരോ കാഴ്ചയുടെയും യാത്രക്കാരുമായിട്ടുള്ള നർമ്മസല്ലാപങ്ങളും കാറ്റിൻ്റെ തണുപ്പും ഒക്കെ നിറഞ്ഞ അനുഭവങ്ങൾ. സോഷ്യൽ മീഡിയയിൽ കൂടി വന്ദേ ഭാരതിനെ പറ്റി കേൾക്കാനും കാണാനുമൊക്കെ ഇടയായപ്പോൾ, എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കയറണമെന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ 2024 അത് സാധിച്ചതിൽ വളരെയധികം സന്തോഷവുമുണ്ട്. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലൂടെ സൺബ്രൈറ്റ് വ്ലോഗ്സിനോടൊപ്പം മീ സഞ്ജയ്. കയറിയ ശേഷം എനിക്ക് റിസർവ് ചെയ്തിരുന്ന സീറ്റിൽ ന്യൂസ് പേപ്പറും ഒരു ബോട്ടിൽ വെള്ളവും അവർ തരുന്നുണ്ടായിരുന്നു. മാത്രമല്ല, പുറം രാജ്യങ്ങളിലെ പോലെയുള്ള ട്രെയിനിലെ വൃത്തിയും കണ്ടപ്പോൾ ഇത് നമ്മുടെ രാജ്യത്ത് തന്നെയാണല്ലോ എന്നത് ഒരു ആശ്വാസമായി തോന്നിയെങ്കിലും എത്ര നാൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും എന്നത് ഓർത്തപ്പോൾ വളരെയധികം നിരാശയായിട്ട് തോന്നി. നിരവധി പടിവാതിലുകളിലൂടെ കടന്ന് ഓരോ നിമിഷവും പുതിയ കഥയായി മാറുന്ന ഒരു അനുഭവ യാത്ര. പഠനകാലത്തൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് സാധാരണ ട്രെയിനായിരുന്നു. അന്നൊക്കെ പുറം രാജ്യങ്ങളിലെ ട്രെയിനും അവിടുത്തെ വൃത്തിയുമൊക്കെ കാണുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ രാജ്യത്തും പ്രാവർത്തികമാക്കാത്തത് എന്തെന്ന്. കാശ് കൊടുത്ത് ശ്വാസം പിടിച്ചടക്കിയാണ് സാധാരണ ട്രെയിനിലെ ബാത്റൂമിൽ പോയിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഈ ട്രെയിനിൽ ബാത്റൂം കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയി. ഈ വൃത്തിയൊക്കെ എത്ര നാൾ ഉണ്ടാവുമെന്നത് നമുക്ക് വഴിയെ കണ്ടു മനസ്സിലാക്കാം. നാം ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രം മതി നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടും വഴികളും ഒക്കെ വളരെ വൃത്തിയായി കൊണ്ടുപോകാൻ. അങ്ങനെ എനിക്ക് രാവിലത്തെ ഭക്ഷണമായി തന്നത് ഇടിയപ്പവും കടലക്കറിയും ഒരു മഫിനും ഉഴുന്നുവടയും ചട്നിയും ആ കൂടെ ഇൻസ്റ്റൻറ്റ് കോഫിയുമായിരുന്നു. ഫുഡ് നമുക്ക് കയ്യിൽ കരുതാമെന്നുള്ളതും ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഒരു ഓപ്ഷനാണ് എന്നുള്ളതും എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതിൽ നിന്ന് തന്നെ നമുക്ക് 400 രൂപയോളം നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. ട്രെയിനിൽ ഏതെങ്കിലും വിധത്തിൽ അസൗകര്യങ്ങളുണ്ടെങ്കിൽ അവിടെയുള്ള ജീവനക്കാരുമായി ബന്ധപ്പെടണമെന്നുള്ള അറിയിപ്പ് അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഡിജിറ്റൽ സ്ക്രീനിൽ ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റേഷൻ എത്താറാകുമ്പോഴും അതാത് സ്റ്റേഷൻ്റെ പേരുകൾ വെളിപ്പെടുത്തുന്നത് വളരെയധികം ഉപകാരമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ ഈ ട്രെയിൻ വളപട്ടണമൊക്കെ താണ്ടി പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ മാത്രം നിർത്തി ട്രെയിൻ മുന്നോട്ട് പായുകയാണ്. ഒരു സ്റ്റേഷനിൽ 2 മിനിറ്റ് മാത്രമാണ് നിർത്തിയിടുന്നത്. ഓരോ സ്റ്റേഷനുകൾ കടന്നു പോകുമ്പോഴും ജനലുകൾക്കപ്പുറത്തേക്ക് നോക്കി ചെറുപ്പകാലത്തെ ഓർമ്മകളിലേക്ക് പിന്നോട്ട് പോകും. പഠനകാലത്ത് ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയ പല മുഖങ്ങളും മറക്കാൻ കഴിയാത്ത ഓർമ്മകളും, കൂടാതെ നനഞ്ഞു ചിതറിക്കിടക്കുന്ന നെൽപ്പാടങ്ങളും അതിനോടൊപ്പം കിടക്കുന്ന ആമ്പൽ പൂവുകളും അകലെയുള്ള മലകൾ എല്ലാം മനസ്സിന് സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ്. ഈ യാത്ര മംഗലാപുരത്തു നിന്ന് തുടങ്ങി കൊല്ലം സ്റ്റേഷനിൽ അവസാനിക്കുന്നതാണ്. രാവിലെ 6:20 പുറപ്പെടുന്ന ഈ വന്ദേ ഭാരത് ഏകദേശം ഉച്ചയോടെ കൊല്ലം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഉച്ചയായപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഉച്ചഭക്ഷണവും അടുത്തെത്തിയിരുന്നു. 2 വലിയ ചപ്പാത്തിയും തൈരും അല്പം ചോറും 3 കറികളും അച്ചാറും ആ കൂടെ ഒരു മധുരത്തിന് ചെറിയ ഒരു പായസവും. മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് അവർ തന്നെ പ്ലേറ്റുകൾ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും. ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ പുതിയ അസുഖങ്ങൾ കിട്ടുന്നതിൻ്റെ കാരണവും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കൊണ്ടാണ്. എത്ര ബോധവൽക്കരണം നടത്തിയാലും ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പലരും. ഓരോ ട്രെയിൻ സ്റ്റേഷൻ അടുത്തെത്തുമ്പോഴും യാത്രക്കിടെയുള്ള സൗഹൃദങ്ങളെ പണ്ട് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ വാതിൽക്കലരികിലെ സീറ്റിലിരുന്ന് പുറത്ത് കാണുന്ന ദൃശ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മായുന്നില്ല. സ്റ്റേഷനുകൾക്കിടയിൽ എവിടെയെങ്കിലും കാവൽ നിൽക്കുന്ന വൃദ്ധൻ, കളിക്കുന്ന കുട്ടികളും എല്ലാം ഈ യാത്രയുടെ ഭാഗമാകുന്നു.
ഓരോ ട്രെയിൻ യാത്രയിലും ഉണ്ടാവും ഓരോരുത്തർക്കും പറയുവാൻ ഒട്ടേറെ അനുഭവങ്ങളും കഥകളും. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. എന്നിരുന്നാലും ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. ഈ യാത്ര അവസാനിപ്പിച്ചിട്ടും അതിൻ്റെ ഓർമ്മ എന്നോടൊപ്പം എന്നുമുണ്ടാവും. ഈ ട്രെയിൻ യാത്ര അവസാനിക്കുന്നിടത്ത് എൻ്റെ വീഡിയോയും പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും മറക്കരുതേ കൂട്ടുകാരെ. നല്ല വീഡിയോസിന് വേണ്ടി ഇനിയും കാത്തിരിക്കുക. അപ്പോൾ നല്ലൊരു ശുഭദിനം വീണ്ടും ആശംസിച്ചുകൊണ്ട് ബൈ, സൈനിങ് ഓഫ് മീ സഞ്ജയ് ഫ്രം സൺബ്രൈറ്റ് വ്ലോഗ്സ്.